السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين أما بعد. ഏറ്റവും ആദരണീയരായ വിധികർത്താക്കൾ, ശബ്ദം ശ്രവിക്കുന്ന വിദ്യാർത്ഥി സുഹൃത്തുക്കൾ, ഈ ഇടുങ്ങിയ വേളയിൽ നിങ്ങളുമായി സംവദിക്കാൻ കിട്ടിയത് സമസ്ത ഉലമ ആക്ടിവിസത്തിന്റെ വർത്തമാനങ്ങൾ എന്ന വിഷയമാണ്. നമുക്കറിയാം, പണ്ഡിത തുടർച്ചയിലൂടെയാണ് ശരിയായ ഇസ്ലാമിന്റെ നിലനിൽപ്പ് എന്ന് പറയുന്നത്. വറസത്തുൽ അംബിയ എന്ന ആ ഉത്തരവാദിത്ത ദൗത്യത്തിന്റെ നിർവഹണമാണ് ഇന്നും ഇവിടെ നിലനിൽക്കുന്ന യഥാർത്ഥ ഇസ്ലാമിന്റെ ആശയമെന്നത്. കേരളത്തിൽ മുസ്ലിം സമൂഹത്തെ പുഷ്കരമാക്കിയതും ഇസ്ലാമിന്റെ ആശയങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ തുടങ്ങിയതും നമുക്കറിയാം. 1926 രൂപീകരിക്കപ്പെട്ടിട്ടുള്ള സമസ്ത എന്ന ഒരു വലിയ ആശയമാണ്. ഈ സമസ്തയുടെ രൂപീകരണം ബിദഈകളുടെ അല്ലെങ്കിൽ പുത്തൻവാദികളുടെ ചില ആശയ ദൗർബല്യങ്ങളുടെ കടത്തിക്കൂട്ടലുകൾ ഇസ്ലാമിക ആശയത്തിൽ കടത്തിക്കൂട്ടാൻ ശ്രമിച്ച സമയത്താണ് സമസ്ത രൂപീകരിച്ചതെങ്കിലും പിന്നീട് അത് വലിയൊരു ഉത്തരവാദിത്ത ദൗത്യത്തിന്റെ നിർവഹണമായി മാറിയിരിക്കുന്ന കാഴ്ച ഞാനും നിങ്ങളും ഇന്നും കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, മുസ്ലിം ഉമ്മത്തിന് കേരളത്തിൽ അല്ലെങ്കിൽ സമസ്തയുടെ ആളുകൾക്ക് സ്വന്തമായി എന്ന് എണീറ്റ് നിൽക്കാൻ പോലും ഒരു മടിയായിരുന്ന അല്ലെങ്കിൽ ഒരു നാണമുണ്ടായിരുന്ന ഒരു കാലമായിരുന്നു മുൻകാലം എന്ന് പറയുന്നത്. എന്നാൽ ഈ സമസ്തയുടെ വളർച്ചയിലൂടെയാണ് മുസ്ലിം ഉമ്മത്തിന്റെ ശരിയായ ഉമ്മത്തിന്റെ വളർച്ചയ്ക്ക് അഥവാ അവരുടെ അഭിമാനം വന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. കേരളത്തിലെ മുസ്ലിങ്ങൾ ആദ്യകാലങ്ങളിൽ അഥവാ മുൻകാലങ്ങളിൽ ഏറ്റവും ഭയപ്പെട്ടിരുന്ന വിഷയം മതസ്വാതന്ത്ര്യത്തിന് നേരെയുള്ള വെല്ലുവിളികളെയായിരുന്നു. അഥവാ ഉദാഹരണം പറഞ്ഞാൽ, ഗോവയിലെ ചരിത്രം നമുക്ക് നോക്കിയാൽ, ഗോവയിലെ ഇന്നത്തെ അവസ്ഥ നമുക്ക് നോക്കിയാൽ, അവിടുത്തെ സാംസ്കാരിക അധിനിവേശത്തിന്റെ അവസ്ഥ നമുക്ക് നോക്കിയാൽ, നമ്മുടെ കേരളത്തിലെ അവസ്ഥ, കേരളം എങ്ങനെയായിരുന്നു എന്നതും കേരളം ഇപ്പോൾ എങ്ങനെയാണ് എന്നതും കൃത്യമായി മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുന്നതാണ്. ഇത്തരത്തിൽ കേരളത്തെ മാറ്റിമറിച്ചത്, കേരളത്തെ ഒരു കൃത്യമായ ദിശാബോധത്തിലേക്ക് എത്തിച്ചത്, അതിന് സമസ്തക്ക് വലിയ പങ്കുണ്ട് എന്നത് നമുക്ക് മറന്നുകൂടാ. ഇങ്ങനെ സമസ്ത നിലവിൽ വന്ന് ഒരു 1950 ആകുന്ന സമയത്ത് വരെ, ആ സമയം മുതൽക്ക് തന്നെ കേരളത്തിൽ യഥാർത്ഥ വിദ്യാഭ്യാസ ബോധമുള്ള വിദ്യാർത്ഥികളെ നിർമ്മിച്ചെടുക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇസ്ലാമിന്റെ വളർച്ചയ്ക്ക് ആവശ്യമായ അല്ലെങ്കിൽ മുസ്ലിം ഉമ്മത്തിന്റെ വളർച്ച ആവശ്യമായ സമൂഹത്തിലെയും വിദ്യാഭ്യാസ രംഗത്തുമുള്ള ഇടപെടലുകൾക്കൊക്കെ തുടക്കം അന്ന് തന്നെ കുറിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് ചരിത്രത്തിൽ വായിക്കാൻ കഴിയുന്നതാണ്. എന്നാൽ പിന്നീട് 1959 ഉണ്ടായ ചില ദുഷ്കരമായ അവസ്ഥയാണ് നമുക്കറിയാം, സമസ്തയിലുണ്ടായ പിളർപ്പ്. ഈ പിളർപ്പിന് ശേഷം ഇങ്ങനെ ഒരു പിളർപ്പുണ്ടായിട്ടുണ്ട് എങ്കിലും അതും സമസ്തയുടെ വലിയ വളർച്ചയ്ക്കുള്ള വലിയൊരു പങ്ക് വഹിച്ചു എന്നത് നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയുന്നതാണ്. 1989 ശേഷം സമസ്ത നിർവഹിച്ച ദൗത്യങ്ങൾ നമുക്ക് പറഞ്ഞാൽ തീർക്കാൻ കഴിയുന്നതല്ല. വിദ്യാഭ്യാസ രംഗത്ത് സമസ്ത വഹിച്ച ദൗത്യങ്ങൾ നമുക്ക് എണ്ണിയാൽ തീർക്കാൻ കഴിയുന്നതല്ല.
അഥവാ വിദ്യാർത്ഥികളെ എങ്ങനെ ഒരു ഉത്തരവാദിത്വ ബോധമുള്ളവരായി വളർത്തിയെടുക്കാൻ കഴിയും എന്ന നിലക്ക് ഇസ്ലാമിനെ നല്ല രീതിയിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരിയായ ദീൻ പഠിപ്പിക്കാൻ സമസ്ത നിർവഹിച്ച ദൗത്യം ചെറുതല്ല. ആ സമസ്തയുടെ നിലനിൽപ്പിന് വേണ്ടിയാണ് ഞാനും നിങ്ങളും പ്രവർത്തിക്കേണ്ടത്. ആ സമസ്തയോട് ഓരം ചേർന്നുകൊണ്ട് പ്രവർത്തിക്കാൻ അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.